തൃശൂർ കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ രോഗി മരിച്ച സംഭവത്തിൽ കേസെടുത്ത പോലീസ്. രോഗി മരിക്കാൻ കാരണം സർജറിക്കിടയിലുണ്ടായ പിഴവെന്ന് ഡോക്ടറുടെ കുറ്റസമ്മതം. വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിയോടെയാണ് ചിറമ്പനങ്ങാട് സ്വദേശി 41 വയസ്സുള്ള ഇല്യാസ് ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ചത്. ഹെർണിയ രോഗത്തിനെതിരെ ചെയ്ത ശസ്ത്രക്രിയയിലാണ് പിഴവുണ്ടായത്. സാനു കെ സജീവ് വിശദാംശങ്ങൾ നൽകും. സാനു, എന്താണ് ഈ ശസ്ത്രക്രിയയ്ക്കിടയിൽ സംഭവിച്ചത്? ഹെർണിയ അസുഖത്തെ തുടർന്ന് ഇല്യാസ് എന്ന് പറയുന്ന, അതായത് വെള്ളറങ്ങാട് ചിറമേനങ്ങാട് സ്വദേശി പൊള്ളയിത്തറയ്ക്കൽ ഇല്യാസിനെയാണ് ഈ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ, അതായത് ഇട്ടിമാണി ആശുപത്രിയിൽ ഹെർണിയ ഓപ്പറേഷന് വിധേയനാക്കിയത്. ഇതിനിടയിൽ ഡോക്ടർക്ക് കൈപ്പിഴ ഉണ്ടാവുകയും ഇല്യാസിന്റെ മരണം സംഭവിക്കുകയുമാണ് ഉണ്ടായിരുന്നത്. 41 വയസ്സായിരുന്നു. എന്തായാലും ഈ മരണം സംഭവിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ ഈ ഡോക്ടർക്കുണ്ടായ വീഴ്ചയാണ് മരണകാരണം എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉന്നയിക്കുകയൊക്കെ ചെയ്തു. തുടർന്ന് ഈ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി ഈ കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ ഡോക്ടർ തനിക്ക് പറ്റിയ വീഴ്ച സമ്മതിക്കുകയും ചെയ്തു. എന്തായാലും ബന്ധുക്കൾ ഈ ഒരു പ്രതിഷേധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല. അവർ പറഞ്ഞ് ഡോക്ടർ രേഖാമൂലം എഴുതി നൽകണം, തന്റെ കൈപ്പിഴ മൂലമാണ് ഇത്തരത്തിൽ രോഗി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്, രേഖാമൂലം എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടതോടെ അവസാനം ഈ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഡോക്ടർ അത് എഴുതി നൽകുകയും കൂടി ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അത് പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുകയാണ്. വീഴ്ച ഉണ്ടായതിനെ തുടർന്ന്, അതായത് ആശുപത്രിക്കും അതേപോലെ തന്നെ ഈ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ഡോക്ടർക്കും ഉണ്ടായ വീഴ്ചയാണ്, ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഈ രോഗിയുടെ മരണത്തിലേക്ക് നയിച്ചത്. 41 വയസ്സുള്ള ഇല്യാസിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന് ആണ് പോലീസും വ്യക്തമാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ആശുപത്രിക്കുള്ളിലെ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതായത് വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ ആശുപത്രിയിലെ ശസ്ത്രക്രിയകൾ അടക്കം നടക്കുന്നതിന്റെ നേർസാക്ഷ്യമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത്